എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബഡി വെച്ച് നോക്കി പറഞ്ഞു തരുന്നതായിരിക്കും. വാട്സപ്പിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി അറിയിക്കുകയാണെങ്കിൽ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിൽ കിടക്കാം. കർക്കിടക 1 രാമായണം മാസം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നമുക്ക് ഈ രാമായണം എങ്ങനെ വായിക്കാം. എല്ലാവർക്കും രാമായണം വായിക്കാനുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ 1-ാം തീയതി തൊട്ട് ഏത് ആചാര രീതികളാണ് ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് കർക്കിടകം തൊട്ട്, അതായത് ചിങ്ങമാസത്തിൻ്റെ തലേദിവസം വരെ രാമായണം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടിരിക്കുന്ന രാമായണമോ ഇല്ലെങ്കിൽ പുതിയ രാമായണമോ മേടിക്കുന്ന ഭക്തജനങ്ങൾ, അതായത് രാമായണം, അതായത് കർക്കിടകം 1-ാം തീയതിയുടെ തലേദിവസം 2 ദിവസം മുമ്പ് കൃഷ്ണൻ്റെ അമ്പലത്തിൽ കൊടുത്ത് ഈ രാമായണം ഒന്ന് പൂജിച്ച് മേടിക്കണം. പൂജിച്ച് മേടിച്ചതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് രാമായണം, അതായത് കർക്കിടകം 1-ാം തീയതി നമ്മൾ 1-ാം തീയതിയൊക്കെ അമ്പലങ്ങളിൽ തിരക്കായതുകൊണ്ടാണ്, പൊതുവെ എല്ലാവർക്കും സൗകര്യക്കുറവൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ 2 ദിവസം മുമ്പ് പൂജിച്ച് മേടിച്ച് വെക്കാൻ പറഞ്ഞത്. അത് നമ്മൾ വിളക്ക് വെക്കുന്നിടത്ത് ഭക്തിപൂർവ്വം വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഈ രാമായണം വായിക്കാൻ എടുക്കുന്ന രാമായണം നമ്മൾ എന്ത് ചെയ്യണം, വായിക്കാൻ എടുക്കുന്ന നമ്മൾ നിലവിളക്ക് കത്തിക്കണം. നിലവിളക്ക് കത്തിക്കുന്ന ഒരു സമയത്ത് ശ്രദ്ധിക്കണം, അന്നത്തെ ദിവസം നെയ്യ് ഉപയോഗിച്ച് കത്തിക്കണം. നെയ്യ് ഉപയോഗിച്ച്, അതായത് ഒന്നെങ്കിൽ 5 തിരിയോ ഒന്നെങ്കിൽ 2 തിരിയോ. അപ്പോൾ നമ്മൾ രാമായണം തുടങ്ങുന്ന ദിവസം നമുക്ക് ഗണപതി ഉരുക്ക് വെക്കേണ്ടത് വളരെ അധികം അത്യാവശ്യമാണ്. അപ്പം ഗണപതി ഉരുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ തേങ്ങ വെക്കുന്ന ഭക്തജനങ്ങൾ തേങ്ങ എന്ത് ചെയ്യണം, 2 കൈ കൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം, പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിയതിന് ശേഷം തേങ്ങ ഇങ്ങനെ തിരിച്ച് വെക്കുക. തിരിച്ച് വെച്ചിട്ട് നമ്മൾ പൊട്ടിയ ശേഷം അതിൻ്റെ ഒന്ന് എടുത്തിട്ട് ആ വെള്ളം അകത്ത് വരണം. അതായത് തേങ്ങ പൊട്ടിക്കുമ്പോഴത്തേക്ക് തേങ്ങയുടെ വെള്ളവും ചേർത്ത് പൊട്ടിച്ച് വേണം നമ്മൾ ഗണപതി ഭഗവാന് വെക്കാൻ. ഇപ്പോൾ ഗണപതി ഉരുക്ക് എല്ലാവർക്കും ഒരുക്കാൻ അറിയാമല്ലോ. അതായത് അവല്, മലര്, ശർക്കര വെക്കും, കൽക്കണ്ടം, അതുപോലെ തന്നെ മുന്തിരി, അതേപോലെ തന്നെ പഴം. അപ്പോൾ കൂടുതൽ അലങ്കരിച്ച് വെക്കുന്നവർക്ക് അലങ്കരിച്ച് വെക്കും, ഒത്തിരി ഫ്രൂട്ട്സ് ഒക്കെ വെച്ച്. പക്ഷേ എന്തായാലും തേങ്ങ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ പൊട്ടിച്ച് തന്നെ വെക്കണം. പിന്നെ സാധാരണ രീതിയിലുള്ള നമ്മൾ എന്ത് ചെയ്യണം, കിണ്ടി, കർപ്പൂരം നമുക്ക് വേണമെങ്കിൽ കത്തിച്ച് വെക്കാം, അതേപോലെ തന്നെ ചന്ദനത്തിരി. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്ത് രാമായണം തുടങ്ങുന്ന ദിവസം നമ്മൾ പേർക്ക് ചെയ്യണം. അപ്പോൾ തടസ്സങ്ങളും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേശദേവതയ്ക്ക് നമ്മുടെ പേർക്കൊരു ഗണപതി ഹോമവും കൂടെ നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ഗണപതി ഒരുക്കി വെച്ചു. അതേപോലെ തന്നെ ശ്രീരാമദേവൻ്റെ ഒരു ഫോട്ടോ വേണം. ആ ഫോട്ടോയിൽ നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ തുളസി കൊണ്ടോ കെട്ടിയോ മാലയോ താമര കൊണ്ട് കെട്ടിയോ മാല ഇടുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മുല്ലപ്പൂവോ സാധാരണ പൂക്കളോ നമുക്ക് കെട്ടി വെക്കാം. അപ്പോൾ ശ്രീരാമ ഭഗവാന്റെ ഫോട്ടോയുടെ മുമ്പ്, അതായത് പട്ടാഭിഷേകം എല്ലാവരും ഉള്ള ഒരു ഫോട്ടോ ആയിരിക്കണം. അപ്പം ആ ഫോട്ടോയുടെ അടുത്ത് തന്നെ വിളക്ക് വെക്കരുത്. അപ്പം തീയുടെ ഇതുകൊണ്ട് നമുക്ക് ഫോട്ടോയുടെ ഗ്ലാസ് പൊട്ടും, അത് നമുക്കൊരു ദോഷമായിട്ട് മാറും. അപ്പോൾ നമ്മൾ വിളക്കിച്ചിരി അകത്തി വെക്കുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വിളക്ക് വെച്ച് ഭഗവാന് മാല ഇടിയിച്ച്, അതേപോലെ തന്നെ നെയ്യ് ഉപയോഗിച്ച് വിളക്ക് കത്തിച്ച് ഗണപതി ഒരുക്കി. അപ്പോൾ നമ്മൾ രാമായണം വായിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് രാമായണം വായിക്കാം. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വൈകുന്നേരം 6 മണി തൊട്ട് 7 മണി വരെ ഈ ഒരു ടൈമിൽ രാമായണം വായിക്കരുത്. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ദോഷമാണ്. അതായത് ഹനുമാൻ സ്വാമി ഭഗവാനെ ധ്യാനിക്കുന്ന ഒരു സമയം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ രാമായണം വായിക്കുന്നത്. പിന്നെ നമുക്ക് സാധാരണ അമ്മമാർക്കൊക്കെ അറിയാമല്ലോ, കൂടുതലായിട്ടുള്ള അറിവുകൾ പങ്കുവെക്കണം. എന്നാൽ പോലും അറിയാവുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ഞാൻ വിശദീകരിച്ച് പറയുകയാണ്. നമുക്ക് ഈ രാമായണം വായിക്കുന്ന സമയത്ത് നമുക്ക് പകലോ ഉച്ചയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വായിക്കാം. ഈ രാമായണം വായിക്കുന്ന സമയത്ത് നമ്മൾ വിളക്ക് കത്തിച്ച് വെക്കണം. സാമ്പത്തികമുള്ളവരൊക്കെ നെയ്യ് വിളക്ക് കത്തിക്കുക, ഇല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കാം. അപ്പോൾ ഒറ്റ തവണ അവല് മലരൊക്കെ വെച്ചാൽ മതി. ഒന്നെങ്കിൽ തെക്കേ ഭിത്തിയിലിരുന്ന് വടക്കോട്ട് നോക്കിയിരുന്ന് വായിക്കുക, ഇല്ലെങ്കിൽ പടിഞ്ഞാറ് ഭിത്തി ചേർന്ന് കിഴക്കോട്ട് നോക്കി വായിക്കുക. ഈ ഒരു ദിക്കിന് പ്രാധാന്യമുണ്ട്. ഇല്ലെങ്കിൽ പൂജാമുറിയിലും ഇരുന്ന് വെക്കാം. ഏറ്റവും ഉത്തമം കിഴക്കോട്ടോ വടക്കോട്ടോ നോക്കിയിരുന്നാണ് വായിക്കുന്നത് ഏറ്റവും നല്ല ഉത്തമം. അത് 6 മണി തൊട്ട് 7 മണി വരെ രാമായണം വായിക്കാതിരിക്കുക. പിന്നെ നമുക്ക് ചിലവർക്കൊരു ദോഷം ഉണ്ടാകുകയോ പരിസരവാസികളൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കുകയോ, അക്ഷരം തെറ്റിയാൽ ദോഷമാണ്, ഈണം അറിയുന്നില്ല. നമ്മൾ ശ്രീരാമ ഭഗവാനോട് നമ്മുടെ ഭക്തിയിൽ വായിക്കുന്ന വാചകങ്ങളാണ്. അതിപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് ഈശ്വരൻ പൊറുക്കും. നമുക്ക് അറിയാന്നുള്ള രീതിയിൽ ആ ഒരു മാസം വായിക്കുക. അതാണ് ഈശ്വരൻ
നമ്മളോട് അടുത്ത് നിൽക്കുന്നത്. അല്ലാതെ ഞാൻ ഈ രാമായണം വായിച്ചത് തെറ്റിയാൽ എനിക്ക് ദോഷം കിട്ടുമെന്നുള്ള ഇത് ഭക്തജനങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ ഒരിക്കലും നമുക്ക് ദോഷം ചെയ്യത്തില്ല, അല്ലേ? അപ്പോൾ രാമായണം വായിക്കുന്ന സമയത്ത് തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് ഈശ്വരൻ പൊറുക്കും. നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള ഈണ വിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ വായിക്കുക. ഈ രാമായണം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോയി അടുക്കള കാര്യങ്ങളൊന്നും നോക്കരുത്. നമുക്കൊരു 10 മിനിറ്റ് വായിക്കാൻ പറ്റുമെങ്കിൽ 10 മിനിറ്റ് നമ്മൾ വായിക്കുക. സമയങ്ങൾ കണ്ടെത്തി വായിക്കുക. ചില ആൾക്കാരുണ്ട് രാമായണം 1 മണിക്കൂർ കഴിഞ്ഞ് വായിച്ചിട്ട് വീണ്ടും വിളക്ക് വെച്ചിട്ട് വൈകുന്നേരം ഒരു ജോലിയൊക്കെ കഴിച്ചിട്ട് വീണ്ടും വിളക്ക് കത്തിച്ച് വായിക്കുക. അങ്ങനെ ചെയ്യരുത്. ഒന്നെങ്കിൽ നമ്മൾ രാവിലെ ഒരു സമയം കണ്ടെത്തി ഒന്നെങ്കിൽ 1 മണിക്കൂറോ കാര്യങ്ങളൊക്കെ വായിക്കുക. പിന്നെ ഇപ്പോൾ ഉള്ള രാമായണത്തിലൊക്കെ ഇത്ര ദിവസം കൊണ്ട് വായിച്ചാൽ തീരുമെന്നെല്ലാം കറക്റ്റായിട്ടെല്ലാം എഴുതിയിട്ടുണ്ട്. അത് നോക്കി വായിക്കുവാണെങ്കിൽ നമുക്ക് ചറപുറ വായിച്ചു തീർക്കേണ്ട കാര്യമില്ല. ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം വായിക്കുക. തെറ്റണമെങ്കിൽ തെറ്റട്ടെ, തെറ്റിയെന്ന് വെച്ചിട്ട് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും കാര്യങ്ങളില്ല. ആ അന്നത്തെ ഒരു മാസം നമ്മൾ ശ്രീരാമനാമം ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം, സമ്പത്തും, ധനധാന്യ സമൃദ്ധികളും എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകും. തെറ്റിപ്പോയെന്ന് വെച്ചിട്ട് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തേയില്ല. വിശ്വാസപൂർവ്വം മലയാള അക്ഷരങ്ങൾ എല്ലാവർക്കും അറിയാം. ആ അക്ഷരങ്ങൾ പോലെ വായിച്ചാൽ മതി. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മംഗളപരമായിട്ടൊക്കെ ഒന്ന് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഇല്ലെങ്കിൽ രാമായണം രീതി മുടങ്ങിപ്പോയി, ഇല്ലെങ്കിൽ നമുക്കൊരു വാലായ്മ ഉണ്ടായി, ഒരു മരിപ്പുണ്ടായി, അപ്പം അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഇതുണ്ട്. ഈശ്വര അത് ദോഷമാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഇതൊന്നും മുൻകൂട്ടി അറിയിച്ചിട്ട് വരുന്നതല്ല. അപ്പോൾ ആ 16 ദിവസത്തേക്ക് വായിക്കാതിരിക്കുക. 16 ദിവസം ഇല്ലെങ്കിൽ കർക്കിടകം കഴിഞ്ഞാണെങ്കിൽ പിന്നീടുള്ള ഒരു വരുന്ന ദിവസങ്ങളിൽ നമുക്കത് വായിച്ച് തീർക്കാൻ പറ്റും. അത് ദോഷമാണെന്ന് വിചാരിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, മുൻകൂട്ടി വരുന്നില്ല. പിന്നെ നമ്മൾ ശ്രീരാമചന്ദ്രനുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും നമ്മൾ ഈ രാമായണം വായിക്കുക. അപ്പോൾ തെറ്റണമെങ്കിൽ തെറ്റട്ടെ, ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം കാര്യങ്ങൾ. കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക, ഒന്ന് വാട്സപ്പ് അയക്കുക, മെസ്സേജ് അയക്കുക ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ പറയുന്നത് ഗണപതി ഉരുക്ക് നെയ്യ് ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുക. 6 തൊട്ട് 7 മണി വരെ രാമായണം വായിക്കാതിരിക്കുക. അറിയാവുന്ന പോലെയൊക്കെ വായിച്ചാൽ മതി. ഇത് രാമായണം നമുക്ക് 2-3 ദിവസം മുമ്പ് ക്ഷേത്രത്തിൽ കൊടുത്തൊന്ന് പൂജിക്കണം. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രീരാമദേവൻ്റെ ഫോട്ടോയുടെ മുമ്പിലിരുന്ന് തന്നെ വായിക്കുക. എല്ലാവർക്കും എല്ലാ ദിവസവും മാല കെട്ടാൻ പറ്റുമെങ്കിൽ കെട്ടിയിടുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്.